من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉദ്ധരണി ഞാൻ എല്ലാ മുസ്ലിമീക്കും മുതഅല്ലിമീക്കും വേണ്ടി വായിക്കാൻ ഞാൻ എന്റെ മകനോട് എടുത്ത് പറഞ്ഞിട്ട് തീർത്തും നീ ശരിക്കും നോക്കി വെക്കണം. എല്ലാ മുതഅല്ലിമീങ്ങളും നോക്കണം. ബഹുമാനപ്പെട്ടവർ ഒരു വിഷയം പറയുന്നു. ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയമല്ല. പക്ഷേ ഈ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബ്ദിൽ ജന്ന. ഒരാൾ തെറ്റായ വാദമാണ് അയാൾക്കുള്ളത്, അതുകൊണ്ട് ഞാനൊരു തർക്കത്തിനും വിവാദത്തിനും ഇല്ല, എന്റെ ആശയം തെറ്റല്ലേ എന്ന നിലക്കൊരു മനുഷ്യനത് ഉപേക്ഷിച്ചാൽ അവൻ അല്ലാഹു തആല സ്വർഗത്തിൽ വീട് കൊടുക്കും. വമൻ തറക്കൽ മിറാഅ, വല്ലവനും തർക്കങ്ങൾ ഒഴിവാക്കിയാൽ വഹുവ മുഹിഖുൻ, വാസ്തവത്തിൽ അവൻ ഹക്ക് പറയുന്നവൻ തന്നെയാണ്. എന്നാലും പരമാവധി വിവാദം വേണ്ടാന്ന് വെച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ മേലെ അല്ലാഹു തആല വീട് കൊടുക്കും. പരമാവധി വിവാദമില്ലാതെ ഒപ്പിക്കണം എന്നാണ് നമ്മളൊക്കെ എപ്പോഴും ശ്രമിക്കുക. കാന്തപുര ഉസ്താദ് പ്രത്യേകിച്ചു. പക്ഷേ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാൽ മുഅ്മിനീങ്ങൾ ഈമാൻ തെറ്റിപ്പോവില്ലേ? അപ്പൊ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സലാം ചോദ്യം ചെയ്തതുപോലെ ആയി പോവില്ലേ? സുഹൃത്തുക്കളെ, എന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ വാചകം, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, വലാ യംബഗി അൻ യഖ്ദക ശൈത്താനു, പിശാചി നിന്നെ ചിലപ്പോ പറ്റിക്കും. വയഖൂലു ലക, നിന്നോട് പിശാചി പറയും, അദ്ഹിരിൽ ഹഖ വലാ തുദാഹിൻ ഫീഹി, നീ സത്യം പറ, നീ ആരെയും സോപ്പിടണ്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ നിന്നെ ശൈത്താൻ പ്രേരിപ്പിക്കും. ഫൈന ശൈത്താന അബദൻ യസ്തജിറുൽ ഹംഖാ ഇല ശരി ഫീ മാരിലിൽ ഖൈരി, നല്ല വിഷയായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ശൈത്താൻ നിന്നെ കൊണ്ടുപോയി അതാ പറ്റിക്കാൻ ശ്രമിക്കുക. ശൈത്താന്റെ പരിപാടിയാണ്. ശൈത്താൻ നിന്നെ കൊണ്ട് കളിപ്പിക്കുന്നത് നോക്കി ചിരിക്കാനുള്ള വേദി നീ ഉണ്ടാക്കരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫൈലാറുൽ ഹഖി ഹസനുൻ, ഹക്ക് വെളിവാക്കുന്നത് നല്ലതാണ്. മഅമൻ യഖ്ബലുഹു മിൻക, നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവന്റെ മുമ്പിൽ. എന്തേ ഞങ്ങൾക്ക് ഫോണിലൂടെ ഇങ്ങ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നില്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, സ്വീകരിക്കുന്നവന്റെ മുമ്പിലാണ് ഹക്ക് വെളിവാക്കേണ്ടത്. വദാലിക ബിതരീഖിൻ നസീഹത്തി ഫിൽ ഖുഫിയത്തി ലാ ബിതരീഖിൽ മുമാറാത്തി, അത് ശരിക്കും ഉപദേശിച്ചുകൊണ്ടാണ് നന്നാക്കേണ്ടത്. ലാ ബിതരീഖിൽ മുമാറാത്തി, അതേ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം വലിച്ചിടുന്ന ശൈലിയിലല്ല. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്നതിന് അതിനതിൻ്റെതായ രൂപങ്ങളുണ്ട്. ഇത് സർവ്വ പ്രസംഗകരും സർവ്വ മുതഅല്ലിമീങ്ങളും നന്നായി മനസ്സിലാക്കണം. വലിൻ നസീഹത്തി സിഫത്തുൻ വഹയ്യത്തുൻ വയുഹ്താജു ഫീഹാ ഇലാ തലത്തുഫിൻ വഇല്ലാ സാറത്ത് ഫദീഹതൻ വകാന ഫസാദു അക്തറ മിൻ സലാഹിഹാ, അതിൻ്റെതായ റൂട്ടിലല്ലാതെ ഒരു മനുഷ്യൻ ഉപദേശിച്ചാൽ അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷം വരും. ഇത് പറഞ്ഞിട്ട് ഗസാലിമാ പറയാണ്, വമൻ ഖാലത മുതഫഖിഹത്തൽ അസ്രി, ഈ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുടെ കൂടെ കൂടി മനുഷ്യൻ ജീവിച്ചാൽ അവനിങ്ങനെ വിവാദം വലിച്ചിടണമെന്ന ഒരു പ്രകൃതി അവന് സംഭവിച്ച്
ഒരു കാര്യത്തിൽ സംശയമാണെങ്കിൽ തന്നെ മിണ്ടാതിരിക്കുക എന്നതിനവന് കഴിയൂല. കാരണം ഇത് അൽഖാ അലൈഹിം ഉലമാഉ സൂഇ അന്ന ദാലിക ഹുവൽ ഫദ്ലു, വിവാദമുണ്ടാക്കലാ ബഹുമാനമെന്ന് പടച്ചവനെ പേടിയില്ലാത്ത ചില പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കും. വഅന്നൽ ഖുദ്റത അലൽ മുഹാജ്ജതി വൽ മുനാഖശതി ഹുവല്ലദീ യുംതദഉ ബിഹി, തർക്കം കൂടലാണ് ഒരുത്തന്റെ പവർ എന്ന് അവരെ മനസ്സിലതാ തോന്നിപ്പോകും. അതുകൊണ്ട് മോനെ അത്തരം വിവാദം വലിച്ചിടുന്ന ഇക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരിൽ നിന്ന് നീ സിംഹത്തെ കണ്ടാലും നരിയെ കണ്ടാലും ഓടിയൊളിക്കുന്നത് പോലെ നിന്റെ ഈമാന് രക്ഷിക്കാൻ വേണ്ടി അത്തരം പണ്ഡിതന്മാരെ വലിച്ചെറിഞ്ഞു ഓടിക്കമോനെ. അല്ലാഹുവിന്റെ പൊരുത്തം ചിന്തിക്കാതെ വിവാദം വലിച്ചിട്ട് പറയുന്ന ഇത്തരം പണ്ഡിതന്മാര്, അവരെ കാണുമ്പോ നിന്റെ ശരീരം തിന്നാൻ വരുന്ന സിംഹത്തേക്കാൾ, നിന്റെ ശരീരം തിന്നാൻ വരുന്ന നരിയേക്കാൾ, പുലിയേക്കാൾ നീ ഭയപ്പെടേണ്ടത് നിന്റെ ഈമാന് കളയുന്നവരെയാണ് കേട്ടോ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബിദായത്തുൽ ഹിദായയിലെ ഉപദേശം ഞാനിതാ SKSSFിൽ പെട്ടുപോയ അവരെ പിന്തുണക്കുന്ന മുഴുവൻ ആളുകളോടും ഇതാ വെറുതെ പറഞ്ഞതല്ല. എന്നെ സംബന്ധിച്ച് അവരതാ കട്ട് CD കേൾപ്പിച്ചിട്ട് അത് പിന്നെയും കട്ടവനോട് കട്ടിട്ട് പിന്നെയും കട്ടിട്ട് കേൾപ്പിച്ചിട്ട് അത് ഞാൻ തൊണ്ടി സഹിതം പിടിച്ചപ്പോ പിന്നെ അതാ CD ഇറക്കുമ്പോ അത് കട്ട് ചെയ്ത് ഇറക്കിയത് ഞാൻ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ തെളിയിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആഖിറൻ രക്ഷപ്പെടുത്താനാണ് SKക്കാരാ, നിങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താനാണ് ഇക്കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇനി സഹോദരന്മാര്, അടുത്തതെന്താ? ഉസ്താദ് അവർക്ക് കൊടുക്കാൻ ശൈഖ് അഹ്മദ് മുഹമ്മദ് ഖസ്റജി സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് ഇവരെന്തിന് ഇത്ര ബേജാറാണ്? ഒരാള് സ്വപ്നം കണ്ടതിന് മറ്റുള്ളവരൊക്കെ ബേജാറാണ്. ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവർ ജ്യോതിസ്, EK ഉസ്താദ് അവരുടെ സ്വപ്നം കണ്ടു. പണ്ഡിത ജ്യോതിസ് തന്നെ EK ഉസ്താദിനെ പറ്റിയുള്ള പുസ്തകം ഇസ്ലാമിക സാഹിത്യ അക്കാദമി പുറത്തിറക്കി. ഇതിന്റെ 197-ാമത്തെ പേജ്. ഇതിലും EK ഉസ്താദിനെ സ്വപ്നം കണ്ടതാണ് കാര്യമായിട്ടുള്ള ഒരു വിഷയം. വലിയുല്ലാഹി എന്നൊരു ഹെഡിങ് EK ഉസ്താദിന്റെ പേരിന്റെ കൂടെ. EK ഉസ്താദിന്റെ ജീവിതകാലത്ത് ഒരുപാട് നോട്ടീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഓരോറ്റ നോട്ടീസിൽ വലിയുല്ലാഹി എന്ന് എഴുതാൻ EK ഉസ്താദ് സമ്മതം കൊടുത്തായിട്ട് എനിക്ക് അറിവില്ല. എന്റെ അറിവില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ഞാൻ സമ്മതിക്കാതിരിക്കുമോ? എനിക്ക് വാശിയൊന്നുമില്ല കേട്ടോ. ഇനിയിരിക്കട്ടെ.